ഹലോ ചക്കലോ. ആ, വ്യാസനെ അറിയാമോ? നമ്മുടെ വ്യാസനെ അറിയാമോ? സഖാവിനെ അറിയാമോ? നമ്മുടെ വ്യാസൻ സഖാവിനെ. അതായത് ഞാൻ സഖാവെന്ന് പറഞ്ഞപ്പം നിങ്ങളാരും വിശ്വസിക്കത്തില്ലായിരിക്കും. കാരണം ഇങ്ങേരുടെ പ്രഭാഷണമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എൻ്റെ ഗുരുവായൂരപ്പൻ ശിവനെക്കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും ഭക്തന്മാരെല്ലാവരും ഇപ്പം അങ്ങേരുടെ ഭയങ്കര ഫാനാണെന്ന് തോന്നുന്നത്. ഭക്തന്മാരായിട്ടുള്ളവർക്ക് ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ വല്ലാതെ ദേഷ്യം വരും. നിങ്ങൾ ദേഷ്യപ്പെട്ട കാര്യമില്ല, ഒരു സത്യാവസ്ഥയാണ്. കാരണം ഇങ്ങനെ ഉടായിപ്പാണോ എന്ന് എനിക്ക് പണ്ട് തൊട്ടേ ഒരു സംശയം ഉണ്ടായിരുന്നേ. കാരണം ഈ ഓവറായിട്ട് ഭക്തിയും ഓവർ എളിമയും കാണിക്കുന്ന ആൾക്കാർ ചിലരെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്നാ പറയാം, നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരും. പ്രത്യേകിച്ച് എനിക്കങ്ങനെ തോന്നും. അത് മിക്കവാറും ശരിയാകാറാണ് സാധ്യത. അത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വരാറുണ്ട് മിക്ക സമയത്തും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഈ പൊങ്ങമ്മൂടെന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്ന പോലെ ഈ വ്യാസൻ എന്ന് പറഞ്ഞ ആൾ ഉടായിപ്പാണെന്നും പറഞ്ഞുകൊണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. വ്യാസനൊപ്പം ഈ കേരളത്തിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നു. അതുകൊണ്ട് സ്വല്പമൊന്ന് ആളെ പരിചയപ്പെടുത്താം. ഈ വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യമൊക്കെ മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുണ്ട് ആശാൻ. മരമന്ന തിരുമനസിനെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദർശിക്കാനും അത് പ്രസംഗകലയിൽ പ്രവീണനാണ്. എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ പറയാനുള്ള ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കാം. നാൽക്കവലയിൽ നിന്ന് നേരത്തോടു നേരം നിർനാണം നാവടിക്കാൻ വ്യാസന് നിഷ്പ്രയാസം സാധിക്കും. 5 പുരുഷന്മാരോടൊപ്പം കഴിയുന്ന സ്ത്രീ വേശ്യയ്ക്ക് തുല്യാണ് എന്ന് കർണൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അഭിനവ വ്യാസനിൽ നിന്നും കേട്ട സംഖ്യകൾ സമൂലം സ്തംഭിച്ചു നിൽപ്പാണിപ്പോൾ. കാലം മുന്നേ ഒരു കവലപ്രസംഗം നടത്തിയപ്പോൾ മോദിയുടെ നെഞ്ചളവിനെ കളിയാക്കി കയ്യടി വാങ്ങിച്ചിരുന്നു ഈ വ്യാസൻ. നിങ്ങൾ ഈ കാണിക്കുന്ന 50 ഇഞ്ച് നെഞ്ചളവിന്റെ ഒന്നും അല്ല ഈ രാജ്യം. ഇങ്ങനെ ഈ കുറെ മനുഷ്യരുണ്ടല്ലോ ഈ നാട്ടിൽ ചുറ്റും നടക്കുന്നവര്, ഞങ്ങളുടേതാണ് ഈ രാജ്യം. അല്പകാലം ഇപ്പുറം അതേ വ്യാസൻ മോദി ഭക്തരുടെ കയ്യടികൾ വാങ്ങിക്കൂട്ടുന്നു. ഉഗ്ര ദിവ്യൻ തന്നെയല്ലേ? ഫാസിസ്റ്റുകളുടെ ഒന്നാമത്തെ ചോദ്യം, ഫാസിസ്റ്റുകളൊന്നും പറയാൻ മണ്ണാർക്കാട്ടെ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഏതൊക്കെയോ വാട്സപ്പ് അക്കാഡമികളിൽ നിന്ന് പടച്ചു വിടുന്ന നുണ മാത്രം വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരെയൊന്നും ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അവരുടെ വലുപ്പം കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പേഴ്സണലി. ഈ പൗരത്വ ബില്ല് കൊണ്ട് ഇന്ത്യയിലുള്ള ആർക്കും ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ് ഞാൻ എടുത്തു പറയുന്നു. ഇന്ത്യക്കാർക്ക് ഒന്നും സംഭവിക്കില്ല. ഈ നിയമത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാരാരാണെന്ന് അവർ തീരുമാനിക്കുന്നതാണ് ഈ നിയമത്തിന്റെ ഉള്ളിലുള്ള കളികൾ. കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളുടെ നിഴൽ പോലും നിങ്ങൾക്കൊപ്പം ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു, അന്നേ നിങ്ങൾ ഇനി നന്നാവൂ. ഗവൺമെന്റാണ് നിങ്ങൾക്ക് രേഖ തരേണ്ടത്. ആ ഗവൺമെന്റ് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പൗരത്വം തെളിയിക്കാനുള്ള രേഖകൾ കൊണ്ടുവരൂ. രേഖകൾ തരാൻ കൈവശമില്ല, രേഖകൾ തരാൻ കഴിവില്ലാത്തൊരു ഭരണകൂടം ആ രേഖകൾ തരാതെ നിങ്ങളോട് ചോദിക്കുന്നു രേഖകൾ കൊണ്ടുപോയോ. ഇപ്പം മനസ്സിലായല്ലോ, ഇദ്ദേഹം നല്ല കറ കളഞ്ഞ ഒന്നാന്തരം സഖാവാണ്. പിന്നെ ഈ ഭക്തിയാണ് സത്യം പറഞ്ഞ ഇപ്പോഴത്തെ ഏറ്റവും നല്ല ബിസിനസ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് ചാടി വന്ന ഒരു പൂർവാശ്രമത്തിൽ സഖാവായിരുന്ന ഒരു മനുഷ്യനാണ്. ഈ വീഡിയോയുടെ ഫുള്ള് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഭഗവാന് രാധയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുക. അപ്പം ഏതോ ഒരു ഇന്റർവ്യൂലൊക്കെ ചോദിച്ച സിനിമയിൽ പറയുന്നത് എല്ലാവരും ജയ് ജയ് രാധേ ജയ് ജയ് രാധേ കൃഷ്ണ എന്ന് പറയുന്നു. രുക്മിണിയാണ് ഭാര്യ, രാധയാണ് പരമമായിട്ടുള്ള ഭക്തി എന്നാണ് പറയുന്നത്. രാധ ഭക്തിയാണ്, ഭഗവാന് സ്വന്തം ദർഭപത്നിയായിട്ട്. ഇങ്ങനെയൊക്കെയാണ് ഭക്തന്മാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നത്. നമുക്ക് ഈ ഭക്തന്മാരുടെ കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കാവേ. ഇത്രയും സിമ്പിളായി ആരും പറയുന്നത് കേട്ടില്ല. വ്യാസൻ യു ആർ ഗ്രേറ്റ്, അരെ വാ, നല്ല അറിവുകൾ പകർന്നു തന്നു നിയോഗമഹാ വ്യാസൻ എന്ന പേർ. എല്ലാം ഭഗവാൻ തന്നെയാണ്. വ്യാസനും ഇദ്ദേഹത്തിൻ്റെ അറിവ് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ഭഗവാൻ കൃഷ്ണൻ തന്നെ. എന്നാ ചെയ്യാനാ ഇങ്ങനെയുള്ള ആളുകളെ, അതായത് ഇപ്പോൾ കത്തിക്കയറി നിൽക്കുന്ന ആൾക്കാരെ, ഭക്തി ആയാലും സിനിമയായാലും എന്തായാലും, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആറാട്ടണ്ണനായാലും അലിൻ ജോസ് പെരാര എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ വട്ട് കാണിക്കുന്നത്. തിയേറ്ററിൽ കിടന്നുകൊണ്ട് ചുമ്മാ ഊളത്തരം കാണിച്ച് ചെയ്യുമ്പോഴത്തേക്കും അല്ല വഴിയെ പോകുന്നവരെ വരെ പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന പുതിയ ചില യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അവരെ പിടിച്ച് കുത്തിയിരുത്തുക, ചുമ്മാ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ വ്യാസന് നല്ല മാർക്കറ്റിങ്ങാണ്. വ്യാസൻ്റെ മാർക്കറ്റിംഗ് തന്നെ ഭക്തന്മാരെ പറ്റിക്കുക. അതായത് പറ്റിക്കപ്പെടുകയാണെന്ന് അറിയത്തില്ലാതെ പോലും അയാൾ പറയുന്നതെല്ലാം കേട്ടിരിക്കുന്ന കുറേ മനുഷ്യന്മാർ. ഈ വ്യാസനെ പോലെ തന്നെ ഉടായിപ്പാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്ന മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ട്. അതായത് എനിക്ക് അത് തോന്നൽ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. ഒരു ക്ലൂ തരാം. ആളൊരു ജ്യോത്സ്യനാണ്. ജ്യോത്സ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തുമൊക്കെ പ്രസംഗിച്ചും പല കാര്യങ്ങളൊക്കെ നടത്തി പോകുന്ന ഒരു ജ്യോത്സ്യനാണ്. ഇയാൾ ഉടായിപ്പാണോ എന്ന് എനിക്ക് സംശയമുണ്ടായി. പക്ഷേ
ഞാനത് പറയുന്നില്ല, നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടി കിട്ടി കാണും. ഇനി പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ മിണ്ടുന്നില്ല. ആളാരാന്ന് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ.